മുഖ്യമന്ത്രി ചർച്ചയിൽ വി ഡി സതീശൻ അനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച നിലപാടിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല എന്നാണ് പാണക്കാട് ചേർന്ന നേതൃയോഗത്തിൽ നേതാക്കൾ തീരുമാനമെടുത്തത്. തീരുമാനം വേഗം വേണമെന്നും ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ ആലോചിച്ചു പറയുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീരുമാനം വരുന്ന മുറയ്ക്ക് തുടർ നീക്കങ്ങൾക്ക് സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് തന്നെ തീരുമാനം വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം തീരുമാനം വൈകൂലല്ലോ, അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ എന്നുണ്ട്. അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. പിന്നെ ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. മുഖ്യമന്ത്രി മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, അതിനിർണായകമായ യോഗമാണിന്ന് പാണക്കാട്ട് ചേർന്നത്. എന്തെങ്കിലും ഒരു വിവരം ഡൽഹിയിൽ നിന്ന് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നോ ആ യോഗം? എന്തൊക്കെ തീരുമാനമാണ് ആ യോഗത്തിൽ കൈക്കൊണ്ടത്? ആ യോഗം കഴിഞ്ഞ് ഇത്രയും സമയം പിന്നിടുമ്പോഴും എന്തെങ്കിലും വിവരങ്ങൾ ലീഗ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ടോ? ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായ ഒരു ഇത്. കാരണം അതുകൊണ്ട് തന്നെ എന്താണ് തീരുമാനമെന്ന കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. നേതാക്കൾക്കും അവർ ബന്ധപ്പെടുന്ന നേതാക്കൾക്കും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് തീരുമാനം വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് അവർ തീരുമാനിച്ചത്. അതേസമയം തന്നെ ജനവികാരം വി ഡി സതീശന് അനുകൂലമാണെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതാണ് നല്ലതെന്നുള്ള അവരുടെ നിലപാട്, ആ നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പുറകോട്ട് പോകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് തന്നെയാണ് നേതൃയോഗം വിലയിരുത്തിയത്. അത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിലവിൽ എല്ലാ കാര്യങ്ങളും അതിനനുകൂലമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ പിന്നാക്കം പോകേണ്ട സാഹചര്യമില്ല. ഹൈക്കമാൻഡ് തീരുമാനമെങ്കിൽ മറിച്ചാൻ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ നീക്കാമെന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് തീരുമാനം ഇന്ന് വൈകിട്ടോടി വരുമെന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സാദിഖ് അലി തങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളും കൂടിയാലോചിച്ച് മറ്റ് നീക്കങ്ങളിലേക്ക് പോകും. എന്തായാലും പോസിറ്റീവായ ഒരു ഫലം വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ പുതിയ കാര്യങ്ങളിലേക്ക് പോകാം. ആ തീരുമാനം വരാത്ത സാഹചര്യത്തിൽ മറ്റ് സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വം തീരുമാനിച്ചത്. എന്തായാലും കൃത്യമായി വൈകുന്നതിൽ അസംതൃപ്തി അവർക്കുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വലിയ കടുത്ത പ്രതികരണങ്ങൾ നടത്തി ആ സ്ഥിതിഗതികൾ വഷളാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് നേതാക്കൾ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രതികരണങ്ങളിലേക്കൊന്നും PK കുഞ്ഞാലിക്കുട്ടി ബോധപൂർവ്വം തന്നെ പോയില്ല. പകരം ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ റെസ്പോൺസിബിളായി ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണല്ലോ. അവർ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുമെന്ന് കരുതുന്നു. വരുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ ഉൾപ്പെടെയുള്ള കാര്യം ധാരണയായിട്ടുണ്ട്. അതേസമയം തന്നെ അക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക ഈ തീരുമാനം അനുസരിച്ചായിരിക്കും. അതായത് നേതാക്കൾ മലപ്പുറത്ത് തന്നെ തുടരും. അവർ ഈ തീരുമാനം വരുന്ന മുറയ്ക്ക് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേർന്ന് തുടർ നീക്കങ്ങൾക്ക് തീരുമാനമെടുക്കും. അതാണ് ഇന്ന് പാണക്കാട്ട് ചേർന്ന അടിയന്തര നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചത് മുഹമ്മദ് അസ്ലം.